ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ ടെലിഫോണിൽ ചേരുന്നു. ഒപ്പം മറ്റ് അതിഥികളെയും പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്കും ഈ ഒരു സുപ്രധാന വിഷയത്തിൽ പ്രതികരിക്കാം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് അതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അവിടെ കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മൾ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനുള്ള റെസൊല്യൂഷനും എടുത്തിട്ടുണ്ട്. 2 റെസൊല്യൂഷനും ഇന്ന് ബോർഡ് എടുക്കുകയുണ്ടായി. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മലക്കം മറിച്ച് നിലപാട് മാറ്റം തന്നെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിമർശനമാണ് വരുന്നത്. ആ ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. കെ.പി. ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി, നമ്മോടൊപ്പം ചിരിക്കാണ്. ടീച്ചർ, ഒടുവിൽ നിലപാട് മാറ്റുന്നതായാണ് കെ ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാറ്റം എന്ന രീതിയിൽ വേണ്ടേ ഇതിനെ മനസ്സിലാക്കാൻ? ഹിന്ദു ഐക്യവേദി എങ്ങനെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു നിലപാട് മാറ്റത്തെ, പ്രതികരണത്തെ? തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് ഓഫറാണ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ആർക്ക് മനസ്സിലാവും. കാരണം 2018-19 കാലഘട്ടത്തിൽ എന്നാണോ അയ്യപ്പ ഭക്തർ ഈ വിഷയത്തിൽ വേവും ചൂടുമായിട്ട് തെരുവിലിറങ്ങേണ്ടി വന്നത്, എന്നാണ് അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടത്, അന്ന് കൂടെയില്ലാത്ത ഒരു ഭരണകൂടം, അന്ന് കൂടെയില്ലാത്തൊരു പ്രസ്ഥാനം, അവർക്ക് ഇപ്പോ പ്രത്യേകിച്ചൊരു നിലപാട് മാറ്റാൻ വേറെ കാരണമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് ഒഴികെ മറ്റു യാതൊരു കാരണവും നമുക്ക് കാണാനില്ല. അയ്യപ്പ ഭക്തരുടെ വികാരം എന്താണ് എന്ന് അന്ന് മുതൽ, ആ കോടതി വിധി വന്നത് മുതൽ അയ്യപ്പ ഭക്തർ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരു നിലപാട് മാറ്റം ഒരു കാലത്തുമില്ല. നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ആ ക്ഷേത്രത്തിൽ തുടർന്നു വന്നിരുന്ന ആ ആചാരത്തിൽ അതിനെപ്പറ്റി ഭക്തർക്ക് മറിച്ചൊരു അഭിപ്രായം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവർക്കിടയിൽ ഒരു ചർച്ച അത്തരത്തിൽ നടത്തേണ്ടി വന്നിട്ടില്ല. കാരണം അത് ഒരു ക്ഷേത്രത്തിന്റെ നിലവിൽ നിൽക്കുന്ന ഒരു ആചാരം എന്ന നിലയിൽ അതിനെ എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു. ആ നിലപാട് അത്തരത്തിൽ ആ ഭക്തരുടെ വികാരത്തെ മാനിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത്. കാരണം ദേവസ്വം ബോർഡ് ഭക്തർക്ക് വേണ്ടിയുള്ളതാണ്. ദേവസ്വം ബോർഡ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ളതല്ല. ദേവസ്വം ബോർഡ് ഭക്തർക്ക് വേണ്ടിയുള്ളതാണ്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ അവരുടെ നിലപാടുണ്ട്. അതായിരുന്നു കോടതിയിൽ പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്. അതായിരുന്നു സത്യവാങ്മൂലമായി എത്തേണ്ടിയിരുന്നത്. പക്ഷേ ടീച്ചർ, ഇവിടെ കെ ജയകുമാർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസികൾക്കൊപ്പമാണ് ദേവസ്വം ബോർഡ്, സത്യവാങ്മൂലം നൽകും, ഒരിക്കലും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിട്ടില്ല എന്നാണ് കെ ജയകുമാർ പറയുന്നത്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വലിയ തിരിച്ചടിയാണ് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടത് വലത് മുന്നണികൾക്കുണ്ടായത്. പ്രത്യേകിച്ച് ഇടത് മുന്നണിക്ക് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യം വരെയുണ്ടായി. ഇങ്ങനെ വലിയ പ്രഹരമുണ്ടാകുന്നു, വലിയ ആഘാതമുണ്ടാകുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കക്കള്ളി ഇല്ലാതാകും. അത്തരമൊരു തിരിച്ചറിവ് തന്നെയാണ് ഒടുവിൽ ഇത്തരമൊരു നിലപാട് മാറ്റത്തിലേക്ക് കെ ജയകുമാറിനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്, അല്ലേ? തീർച്ചയായും ഇത് ആത്മാർത്ഥമായ നിലപാട് മാറ്റമല്ല. ഇത് കേവലം ഇലക്ഷനെ കരുതിയുള്ള ഒരു അടവ് നയം. അവരാണല്ലോ വാക്ക് ഉപയോഗിക്കാറ് എപ്പോഴും. അപ്പൊ തെരഞ്ഞെടുപ്പിനെ കരുതിയുള്ള ഒരു അടവ് നയം മാത്രമാണിത്. ഇത് ശാശ്വതമായി ഈ വിഷയം ഇവിടെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി CPM-ന്റെ നിലപാട് മാറ്റം ഉണ്ടാകില്ല എന്നൊന്നും ഭക്തർ വിശ്വസിക്കുന്നില്ല. കാരണം അതിനൊക്കെ അവർക്ക് പുല്ലുവിലയാണ്. അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രം മാറ്റം എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇതിൽ ഇനിയൊരു മാറ്റമൊക്കെ സംഭവിക്കാം. ഇത് ശാശ്വതമായി ഇവിടെ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ വീണ്ടും നമുക്ക് സംഭവിക്കാം. നമുക്കിവിടെ ഭക്തരുടെ ഒരു ഗതികേടിനെ പറ്റി നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് 4ാമത്തെ സത്യവാങ്മൂലമാണ് പോണത്. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 4ാമത്തെ സത്യവാങ്മൂലമാണ് പോണത്. ആരുടെ അഭിപ്രായമായിരുന്നു സത്യവാങ്മൂലമായിട്ട് പോകേണ്ടിയിരുന്നത്? അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഒരു സത്യവാങ്മൂലം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മറ്റൊരു സത്യവാങ്മൂലം, പിണറായി സർക്കാരിന്റെ 1ാം കാലത്ത് ഒരു സത്യവാങ്മൂലം, ഇപ്പൊ ഈ അവസാന കാലത്ത് മറ്റൊരു സത്യവാങ്മൂലം. മണിയെന്നുള്ള പ്രേക്ഷക പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമാണ്. അത് ഞങ്ങളും തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ വോട്ട് ലക്ഷ്യം വിട്ടുകൊണ്ട് നടത്തുന്ന നാടകങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ് പ്രേക്ഷകരും പ്രതികരിക്കുന്നത്.
തീർച്ചയായും അതൊരു സാധാരണ ഭക്തയുടെ പ്രതികരണമാണ് നമ്മൾ ആ കേട്ടത്. അത് ഇവിടെയുള്ള 100% ഭക്തരും ഇതിൽ പരം ഒന്നും പറയില്ല. കാരണം അവരാരും ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ നേരത്തെ വിളിച്ചത് അവരൊരു സംഘടനാ പ്രവർത്തകയല്ല, ഒരു സാധാരണ ഭക്തയാണ്. അതെ. സംഘടനാ പ്രവർത്തകർ ഒരു പക്ഷെ നാളും അന്ന് എന്ത് സംഭവിച്ചു ഇന്നെന്ത് സംഭവിച്ചു എന്നൊക്കെ മനസ്സിൽ അടുക്കിപ്പറിച്ച് വെച്ചിട്ടുണ്ടാകാം. ഒരു സാധാരണ ഭക്തയാണ്. പക്ഷെ അവര് 2018-19 കാലഘട്ടത്തിൽ നടന്ന ഒന്നും മറന്നിട്ടില്ല. ഓരോ ചിത്രങ്ങളായി അവരെടുത്ത് പറയുമ്പോൾ ഇവിടെ 100% ഭക്തരുടെ മനസ്സിലും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് കേവലം ഒരു കോടതി വിധി നടപ്പാക്കുകയായിരുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സാധാരണക്കാരായ പ്രേക്ഷകരാണ് പ്രതികരിക്കുന്നത്. അവർ കൃത്യമായും തിരിച്ചറിയുന്നുണ്ട് ഇവരുടെ പൊള്ളത്തരം, ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊള്ളത്തരം. അവരെന്തൊക്കെയാണ് ഭക്തരോട് കാട്ടിക്കൂട്ടിയത്. ഇപ്പോഴും ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് പോലും കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളടക്കം ഇടതുപക്ഷം നടത്തുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടവർ നടത്തുമ്പോൾ ഓരോ കാര്യങ്ങളും ജനങ്ങളിങ്ങനെ പഠിച്ചെടുക്കുകയാണ്, ഓർത്തെടുക്കുകയാണ്. ആ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളായി വരുന്നത്, അല്ലേ? തീർച്ചയായും നമ്മൾ കേരളത്തിന്റെ പ്രബുദ്ധത എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ വാക്കുകളിൽ വ്യക്തമാണ്. എത്രമാത്രം അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു, ഓർത്തെടുക്കുന്നു എന്നുള്ളത്. അയ്യപ്പ ഭക്തരോട് ഇവർ ചെയ്ത ക്രൂരത, ഇപ്പോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുടിവെള്ളം മുട്ടിക്കുന്നത് പോലെ ഉള്ള നമുക്കറിയാം. ആ ക്രൂരത എന്തും ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ ഏറ്റവും വലിയ ക്രൂരത ഏതാന്ന് ചോദിച്ചാൽ അയ്യപ്പ ഭക്തരെ അടിച്ചതോ ഒരു പക്ഷെ കല്ലെറിഞ്ഞു കൊന്നതോ അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഇതൊന്നുമല്ല. അതിനേക്കാൾ വലിയ ക്രൂരത കാണിച്ചത് ഉള്ളിൽ ശബരിമല ആചാരങ്ങളോട് അനുഭാവമുള്ള ലക്ഷക്കണക്കിന് അമ്മമാരെ പാർട്ടിയുടെ അടിമകളാണ് എന്നതുകൊണ്ട് മാത്രം തെരുവോരത്ത് കൊണ്ടുവന്ന് നിർത്തി നവോത്ഥാന മതിലിൽ പങ്കെടുപ്പിച്ചില്ലേ. ശരിക്കും ഏറ്റവും വലിയൊരു ക്രൂരതയാണത്. അവർക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അടിമയെപ്പോലെ, പാർട്ടി അടിമയെപ്പോലെ കാൽക്കീഴിൽ കിടക്കുന്നത് കൊണ്ട് തിരിച്ച് പ്രതികരിക്കാൻ അവർക്ക് മനസ്സില്ല. അവരുടെയൊക്കെ വീടുകളിൽ നിന്നും അവരും ഈ ആചാരം പിൻപറ്റുന്നവരാണ്. എന്നിട്ടും അവർക്ക് തെരുവോരത്ത് വന്ന് നിൽക്കേണ്ടി വന്നു നവോത്ഥാന മതിലിന്റെ പേര് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ നവോത്ഥാനം മറ്റൊരു സമുദായത്തിൽ നടത്താൻ CPM പുറപ്പെട്ടാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയാം, എനിക്കതിൽ വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല, കാരണം അത് അവരുടെ ആചാരമാണ്. ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് CPM ഒരു പ്രചരണം തുടങ്ങുകയാണ്. അല്ലെങ്കിൽ CPM ആ നവോത്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു നവോത്ഥാന മതിൽ കെട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലൊരു പ്രതിജ്ഞ നടത്താനോ തീരുമാനിച്ചാൽ എത്ര മുസ്ലിം സ്ത്രീകൾ അതിൽ ചെന്ന് നിൽക്കേണ്ടി വരും? എത്ര പേർക്ക് നിൽക്കേണ്ട അധികാരം ഉണ്ടാകും? അവർക്ക് അവരുടെ മതവിശ്വാസം അനുസരിച്ച് പെരുമാറാനുള്ള സ്വാതന്ത്ര്യം സംഘടന കൊടുക്കും. പക്ഷെ CPM ഇവിടെ കാണിച്ചത് അതാണ് ഏറ്റവും വലിയ ചതി, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ ക്രൂരത അതാണ്. അവരുടെ ഉള്ളിൽ ഈ ആചാരങ്ങളോടൊക്കെ പ്രതിബദ്ധത ഉണ്ടാകുമ്പോഴും കണ്ണ് നിറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് അമ്മമാര് പാർട്ടി വിളിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തെരുവോരത്ത് ചെന്ന് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഈ നിലപാട് മാറ്റത്തിൽ അവരോടൊക്കെ എന്ത് പറയും CPM? കോടതിയിൽ നമുക്കിത് നമ്മൾ ആകെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ നല്ലത് എന്ന് കരുതുന്നത് കോടതിയിലേക്ക് ഗുണമാകട്ടെ എന്ന് കരുതി മാത്രമാണ്. അപ്പൊ അവരോടൊക്കെ എന്ത് പറയും? ആ നവോത്ഥാന മതിലിൽ ചെന്ന് നിന്നവരോട് അന്ന് എന്തിനാണ് ഈ വേഷം കെട്ട് നടത്തിയത് എന്നൊരു ഉത്തരം പറയാനുള്ള ബാധ്യത CPM-നില്ലേ? അത് പറയിപ്പിക്കാൻ ആ പാർട്ടി അണികൾക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെങ്കിലും ആ ചോദ്യം തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലടക്കം ജനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേവലം വിരൽ എണ്ണാവുന്ന സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങിയതും. ഇനിയും അത്തരത്തിലുള്ള ഒരു ദുസ്ഥിതിയിലേക്ക് പോകുമെന്നുള്ള ഭയം, ആശങ്ക ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്, ഭരണാധികാരികൾക്കുണ്ടല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടില്ല. കാരണം അവരുടെ അണികളടക്കം ഈ വഞ്ചനയ്ക്ക് അന്ന് ഞങ്ങളെ കൊണ്ട് എന്തിനാണ് ഈ അയ്യപ്പ ദ്രോഹം ചെയ്യിച്ചത്, അന്ന് ഞങ്ങളെ ഭക്തരായിട്ട് പോലും ഞങ്ങളെ കൊണ്ട് എന്തിനാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള അവരുടെ വികാരം പോലും ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നൊരു പക്ഷേ പാർട്ടികൾ അത്രമാത്രം പാർട്ടി കൂറുള്ളവരെങ്കിലും അവർക്ക് വോട്ട് ചെയ്ത് കാണും. ഇത് ആ പാർട്ടി കൂടുള്ളവർ ഞങ്ങളെ പോലും വഞ്ചിച്ചില്ലേ, ഞങ്ങൾ അന്ന് തെരുവുവരച്ച് ഇത്തരം അയ്യപ്പ വിരോധമാണ് അല്ലെങ്കിൽ ഒരു ഭക്തന് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നറിഞ്ഞിട്ടും ഞങ്ങളത് ചെയ്തിട്ട് ഇപ്പോ വോട്ടിന് വേണ്ടി നയം മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് കരുതി ഇതിപ്പോ കടുത്തതും പിടിച്ചതും ഇല്ലേണ്ടേ അവർക്ക്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്വാഗതാർഹമാണ്. കാരണം കോടതിയിലേക്ക് വേണ്ടി മാത്രം എന്നതുകൊണ്ട് ഒരു ഭക്തനും ഇത് CPM-നെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യില്ല. മറിച്ച് CPM-ന്റെ അണികൾ വോട്ട് ചെയ്യില്ല. കാരണം അവരെയും വഞ്ചിച്ചു, അവരെ അന്ന് നവോത്ഥാന മതിലിൽ വേഷം കെട്ടിച്ചു. അതെ, ഞങ്ങളെ വേഷം കെട്ടിച്ചത് എന്തിനെന്നുള്ള ചോദ്യമായിരിക്കും സ്വാഭാവികമായും അവരുടെ ഭാഗത്തിനും ഉണ്ടാകും. അപ്പം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു നയം നമുക്കറിയാം. ക്ഷേമ പെൻഷനുകൾ ഇല്ലാതാക്കുന്നു, അത് കേവലം വാഗ്ദാനങ്ങൾ മാത്രമാകുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുള്ള അവഗണന, തൊഴിലാളികളോടുള്ള അവഗണന, ഇത് കഴിഞ്ഞ 5 വർഷക്കാലം 10 വർഷക്കാലം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ മാത്രം സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്നു, 10% DA വർദ്ധിപ്പിച്ചു നൽകുന്നു,
ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് പറയുന്നു. ഒപ്പം ക്ഷേമ പെൻഷൻ ഉടൻ എല്ലാവർക്കും ലഭ്യമാക്കുമെന്നുള്ള വാഗ്ദാനം നൽകുന്നു. ഇങ്ങനെ വാഗ്ദാന പെരുമഴയുമായി വീണ്ടും പിണറായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ തിരസ്കരിക്കും, ജനങ്ങൾ കൃത്യമായി യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? തീർച്ചയായും. ഇപ്പൊ ആരാണ് ഇവിടെ പൊട്ടന്മാര്? ഡി എ അനുവദിച്ചിട്ടില്ല, അതാണ് സത്യം. ഡി എ അനുവദിക്കുകയല്ല, ഡി എ തരാനുള്ളത് വർഷങ്ങളായി തരാനുള്ള കുടിശ്ശിക, അതുകൊണ്ട് പ്രത്യേകമായിട്ട് അനുവദിച്ചതല്ല. അത് അതാത് കാലങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ അവകാശമാണത്. അത് അതാത് സമയത്ത് തന്നില്ല എന്ന് മാത്രമല്ല, അത് അതാത് സമയത്ത് തരാത്തതിന്റെ പേരിൽ ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പറ്റുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം പറ്റുക എന്നല്ല, എന്തിനാണ് ഡി എ? ആ കുടിശ്ശിക നൽകാതെയാണ് ഇങ്ങനെയുള്ള ഒരു കേവല വാഗ്ദാനം മാത്രം നടത്തുന്നത്, അല്ലേ? അത് തരാനുള്ള കുടിശ്ശിക തന്നില്ല, അത് സമയാസമയത്ത് തന്നതുമില്ല. ഇത് തരുന്ന ഡി എ എന്ന് പറഞ്ഞാല് അധ്യാപകർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുകയല്ല. അതാത് കാലത്തെ ജീവിത നിലവാര സൂചികയും വില നിലവാര സൂചികയൊക്കെ അനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നിർബന്ധമായും സർക്കാർ കൊടുക്കേണ്ടുന്നതാണ് ഈ ഡി എ. അത് ഇത്രയും കാലം തരാതെ അതൊരു അവകാശം പോലുമാണ് എന്ന് അനുവദിക്കാതെ ഇത്രയും കാലം വന്നു. ഓരോ വ്യക്തിക്ക് നോക്കിയാലും ലക്ഷക്കണക്കിന് രൂപ ആ വിഷയത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇതുകൊണ്ട് മാത്രം അവർ പോളിംഗ് ബൂത്തിൽ കൂടി ഇവർ വോട്ട് ചെയ്യൂ. കാരണം ഇനി അധികാരത്തിൽ കയറിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ സാധിക്കും. ഇക്കണ്ട കാലം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ തരേണ്ടുന്ന ലക്ഷക്കണക്കിന് രൂപ തരാതെ, മാത്രമല്ല ഡി എ പോലും മര്യാദയ്ക്ക് സമയത്ത് തരാതെ ചെയ്തവർ ഇപ്പൊ തേക്കാത്ത എണ്ണ വന്ന് ധാരയിട്ടാൽ അത് വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്യും? കാരണം അധികാരത്തിൽ കയറി 5 കൊല്ലമുണ്ടല്ലോ അടുത്ത വീണ്ടും തെരഞ്ഞെടുപ്പിന് വരാണ്. അപ്പൊ അതുവരെ ഇത് വീണ്ടും ഇതൊക്കെ തന്നെ വീണ്ടും തനിയാവർത്തനമല്ലേ നടക്കുക. വീണ്ടും ഇത്തരത്തിൽ ജീവിതം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള അവരുടെ ശമ്പള നിലവാരമായിട്ട് പോവില്ല എന്നോ, അതോ അല്ലെങ്കിൽ അവിടെ ശരിക്കും അവിടെയൊന്നുമില്ല, സർക്കാർ ജീവനക്കാരുടെയൊക്കെ പ്രതികരിക്കാനുള്ള ശേഷി തളർത്തിക്കളഞ്ഞു. സർക്കാർ ജീവനക്കാരെ അല്ലെങ്കിൽ അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള യൂണിയനുകൾ അവര് ഈ ഒരു സംഘത്വത്തിലേക്ക്,